ഈ താടി മുടിയൊക്കെ വെട്ടി ഒന്ന് വൃത്തിക്കും എനിക്ക് നടക്കാൻ പാടില്ല. ഈ താടി മുടി ഞാൻ വെട്ടണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ പ്രിയപ്പെട്ട കലാകാരി രേണുസുതി വന്നിട്ട് കമന്റ് ഇടണം. രേണുസുതി വന്നിട്ട് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അഭിലാഷ് അടയും ആ നിമിഷം താടി മുടിയും വെട്ടിയിരിക്കും. അവിടെ രേണുസുതി വന്ന് കമന്റ് ഇട്ടെ, ഞാൻ വെട്ടാം. രേണുസുതി ഇവിടെ പറ, ഉറപ്പാണ്. രേണുസുതി ഇവിടെ വന്നിട്ട് കമന്റ് ഇട്ട ആ നിമിഷം ഞാൻ ബാർബർ ഷോപ്പിൽ പോയി വാക്കാണ് എന്റെ മുടി വെട്ടിയിരിക്കും. രേണുസുതി വന്ന് കമന്റ് ഇടണം. കമന്റ് ഇട്ടാൽ ഞാൻ മുടി വെട്ടും, ഉറപ്പ്. അല്ലടാ കരടി, നിനക്ക് ഈ താടി മുടി മാത്രമേ ഉള്ളോ വെട്ടാൻ? അതോ അല്ല അപ്പൊ ഈ കാലടി അവിടെയൊക്കെ വെട്ടാൻ ആര് പറയണോ? ആ കൊട്ടാരക്കര അമ്മണി പറയണോ? അല്ല അറിയാൻ വേണ്ടിട്ട് ചോദിച്ചോ. നീ എന്തായാലും അവിടെ കൊണ്ടിട്ട് അവളുടെ പേര് ചോദിച്ചപ്പോ രേണുവിന്റെ ആ കൊട്ടാരക്കര അമ്മണി അടുത്ത് നിനക്കൊരു വാക്ക് ചോദിക്കാറ്, ഇല്ലെങ്കിൽ ഒരു വാക്ക് പറയാറുണ്ട്. കാരണം ആ കാട് പിടിച്ചതിനകത്ത് ഒരു മടിയും കൂടാതെ അടയ്ക്കാമരത്തെ കയറി അണ്ണാൻ കയറി പാക്ക് ചപ്പി തിന്നുന്നവണക്ക് ആ പാവം പിടിച്ച പെണ്ണ് കയറിയെന്ന് അത്രയും ചപ്പി തിന്നില്ലടാ. എന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്റർവ്യൂ കൊടുത്തെന്തോ അഭിലാഷ് ചേട്ടന്റെ മോന്തയ്ക്ക് ഇല്ലെങ്കിൽ അഭിലാഷ് ചേട്ടന്റെ വായിന്ന് വരുന്നത് നല്ല കോഴിക്കോടൻ ഹൽവാട മണമാണെന്നൊക്കെ പറഞ്ഞ് നിന്നെ പൊക്കി പിടിച്ചോ നടന്നപ്പം നീ ഇത് രേണുസൂതിയുടെ തലമണ്ടയിലോട്ടില്ലേ രേണുസൂതിയെ പൊക്കി കയറ്റാൻ വേണ്ടി പറഞ്ഞപ്പെടാ. അത് ആ കൊട്ടാരക്കര അമ്മയെ ഇൻസൾട്ട് ചെയ്യുന്നവണ കൈപ്പിടണം. അതൊരു കഷ്ടത്തിലപ്പം ഞാൻ അംഗീകരിക്കത്തില്ല, ഒട്ടും അംഗീകരിക്കത്തില്ല. ഒന്നാമത് തന്നെ ആ രേണുസൂതിയെ എവിടെങ്കിലും ഒരു കോഫി ഷോപ്പിൽ കൊണ്ടിരുത്തി ഒന്ന് ചായ കുടിക്കുക എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ് അതിന്റെ മാനേജറെ തിരക്കി നടക്കാൻ തുടങ്ങിയിട്ട് തന്നെ ദിവസങ്ങളോളായി. നിൽക്കാൻ സമയമില്ല. ഇപ്പൊ മുടിവെട്ടൂടെ ഏറ്റെടുത്തോണ്ടാണോ എനിക്കറിയാൻ വയ്യ. ഇല്ലെങ്കിൽ എവിടെങ്കിലും കൊണ്ടുവന്ന് ഇച്ചിരി നേരം എവിടെങ്കിലും ഒന്ന് കാര്യം പറയാൻ വിചാരിച്ചാൽ പോലും ആ രേണുസൂതിയെ നമുക്ക് കിട്ടുന്നില്ല. പിന്നെ നിനക്ക് മുടിവെട്ടാൻ കിട്ടൂടാ? അറിയാൻ വയ്യ, ഞെട്ടിക്ക് ചോദിക്കുക. അമ്മണി, കൊട്ടാരക്കര അമ്മണി, നീ ഒരു കാരണവശാലും പേടിക്കണ്ട. യവന്റെ ഇവിടെ കീറിയെന്ന് നമ്മളത് ചപ്പി തിന്നിട്ട് നമ്മളെ ഇങ്ങനെ അപമാനിച്ചതിന് നമുക്ക് കൊടുക്കണോടി. നീ പാപ്പനുണ്ട് കൂടെ, നീ കരയരുത് കേട്ടോ. യവനെ നമുക്ക് 8ന്റെ പണി കരടിക്ക് നമുക്ക് വെച്ച് കൊടുക്കണം. അങ്ങനെ തന്നെ ചെയ്യണം. കാരണം നിന്റെ അടുത്ത് ചെയ്യുന്ന കൊലച്ചതിയ കരടി. ഞാനുണ്ട്, ഞാനാ പറയുന്നത്.